നമസ്കാരം. LDC നെട്ടോട്ടം സീരീസിലെ മൂന്നാമത്തെ അധ്യായമാണിത്. കേരളം ഭൂമിശാസ്ത്രം എന്ന വിഷയത്തില് 2023 PSC ചോദിച്ച ചോദ്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോ കേരളം ഭൂമിശാസ്ത്രം എന്ന വിഷയത്തില് SCERT പാഠഭാഗങ്ങളിൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് വെച്ചൊരു പരീക്ഷയെ നേരിടാൻ കഴിയില്ല. അപ്പൊ നമുക്ക് അതിനു വേണ്ടി പുറത്തെ സോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അതിന് സഹായിക്കും വിധം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതെന്നാണ്. അപ്പോൾ ചിന്നാറാണ് മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ചിന്നാറാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. ഏതൊക്കെ ജില്ലകൾക്കാണ് തീരപ്രദേശമില്ലാത്തതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകൾക്കാണ്. 5 ജില്ലകൾക്ക് തീരപ്രദേശമില്ലെന്ന് ഓർത്തുവെക്കുക. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. അപ്പൊ അത് തെറ്റാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. അത് ശരിയാണ്. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരാണ്. അപ്പോ ഇതിൽ 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ശരിയല്ലാത്തതായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 5-ന് സർക്കാരിന്റെ വിജ്ഞാപനം അനുസരിച്ച് ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ലയായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായത്. 1997 വരെ ഇടുക്കിയായിരുന്നു ഏറ്റവും വലിയ ജില്ല കേരളത്തില്. പിന്നീടാണ് പാലക്കാട് ആയത്. വീണ്ടും ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറുകയാണ് ഉണ്ടായത്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുനം കൃഷിയാണ് ഇന്നും നിലവിലുള്ള കൃഷിരീതി. ഗൗണാനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറാണ്. ഗൗണാനാടി, കവനോഗ്, വളഞ്ഞാർ. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരംപാറ ഏത് ജില്ലയിലാണെന്നാണ്. കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത 3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുടെ കീഴിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇതെല്ലാം. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് വളരെ അധികം ദേശാടന പക്ഷികൾ വിരുന്നിനെത്തുന്നത്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗുഹകൾ നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളായാണ് കരുതുന്നത്. ഏറ്റവും കൂടുതൽ കാടുകൾ ഉള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായലാണ്. വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലായാണെന്ന് മനസ്സിലാക്കുക. വേമ്പനാട് കായലിലെ പുഞ്ഞമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. ശരിയാണ്.
ഏറ്റവും കൂടുതൽ ജലോത്സവങ്ങൾ നടക്കുന്ന കായൽ കൂടിയിട്ടാണ് വേമ്പനാട് കായൽ. നെഹ്റു ട്രോഫി വള്ളംകളിയും വേമ്പനാട് കായലിൽ തന്നെയാണ് നടക്കുന്നത്. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ശരിയായത് കണ്ടെത്താനാണ് ചോദ്യത്തിൽ പറയുന്നത്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. കറക്റ്റ് ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അറബിക്കടലിൽ ഭാരതപ്പുഴ പതിക്കുന്നു എന്നുള്ള പ്രസ്താവന ശരിയാണെങ്കിലും ഇടമലയാറും മുതിരപ്പുഴയും പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അതും ശരിയാണ്. നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ പ്രസ്താവന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഉള്ളത് മണിയാർ തന്നെയാണ്. രണ്ടാമത്തെ, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. 1972 ഓഗസ്റ്റ് 11 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. നാലാമത്തെ പ്രസ്താവന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനം 780 മെഗാവാട്ട് ആണെന്നാണ് പറയുന്നത്. അതും കറക്റ്റ് ആണ്. അപ്പോ 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്നാണ് പറയുന്നത്. എന്നാൽ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമായിരുന്നു. 1950 പുനഃനാമകരണം ചെയ്തത്. അടുത്ത പ്രസ്താവന വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണെന്നാണ്. കറക്റ്റ് ആണ്. മൂന്നാമത്തേത്, ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണെന്നാണ് പറയുന്നത്. തെറ്റാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അടുത്തത്, തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. അപ്പോ 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്നതാണ് രണ്ടാമത്തെ പ്രസ്താവന. ഈ ഒരു പ്രസ്താവന ശരിയാണ്. സൈലന്റ് വാലിയിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോല എന്നതാണ് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവനയിൽ. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ചോദ്യത്തിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നതാണ് ആദ്യത്തെ പ്രസ്താവനയിൽ പറയുന്നത്. മത്തിയല്ല നമ്മുടെ ഔദ്യോഗിക മത്സ്യം, കരിമീനാണെന്ന് ഓർത്തു വെക്കുക. കരിമീനാണ് ഔദ്യോഗിക മത്സ്യം, മത്തിയല്ല. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റായി. രണ്ടാമത്തെ പ്രസ്താവന, മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നമാണ് ജൻഗു.
അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല ക്യുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് പറയുന്നത്. എന്നാൽ ഇത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1ഉം 4ഉം ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. യോജിക്കാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിലും അല്ലാതെയും കേരളത്തിന്റെ ഭൂമിശാസ്ത്രം എന്നുള്ള ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറക്കാതെ ആലോചിച്ച് എഴുതുക. ഇടുക്കിയാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൽമനൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഇത് കുന്തിപ്പുഴയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1984-ലാണ്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം താഴെ തന്നിരിക്കുന്നവയിൽ 4 ഓപ്ഷനുകളാണ് ഉള്ളത്. സൈലന്റ് വാലി, ഇരവിക്കുളം, തട്ടേക്കാട്, മുത്തങ്ങ. അപ്പൊ ഇതിൽ 4 പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന സ്ഥലം തട്ടേക്കാടാണ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് പറഞ്ഞത്. ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. ഏതൊക്കെയാണ്? ഇൽമനൈറ്റും മോണോസൈറ്റും. 1ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. അപ്പോ ബി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരും. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ കണ്ടൽക്കാടും കടൽ തീരവും ഉള്ളതെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ കായലും വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം എന്നാണ് കണ്ടെത്തുന്നത്. പമ്പയും കക്കിയുമാണ് പ്രധാന നദികൾ. ഏതൊക്കെയാണ്? പമ്പയും കക്കിയുമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നതാണ്. പെടാത്തത് താലൂക്ക് മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NH-66 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കളിയിക്കാവിള മുതൽ തലപ്പാടി വരെ നീളുന്ന 669 കിലോമീറ്റർ
നീളമുള്ള ഈ ഒരു ദേശീയപാതയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയായി കണക്കാക്കുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ നീലഗിരി കുന്നുകളാണെന്ന് ഓർത്തുവെക്കുക. ഏത് മലനിരകളിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത്? നീലഗിരി കുന്നുകളിലാണ്. കേരളത്തിലെ ദേശീയ ജലപാത വീണ്ടും ചോദിച്ചിട്ടുണ്ട്. NW3 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 3 എന്ന ഉള്ള ദേശീയ ജലപാതയാണ് കേരളത്തിലുള്ളത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടമാണ്. തൃശൂർ ജില്ലയിലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. നീണ്ടകര തുറമുഖമാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പമ്പാ നദിയുടെ പതന സ്ഥാനം ഏതാണ്? വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് ഏതെന്നാണ് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുന്നത്. വിഴിഞ്ഞം തുറമുഖം. വാർത്താ പ്രാധാന്യമുള്ള തുറമുഖമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണി ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതിയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം നൂറനാടാണ്. പക്ഷിഗ്രാമമാണ് അത്, നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ കായലാണ് കേരളത്തിലെ വേമ്പനാട്ട് കായൽ എന്ന് ഓർത്തുവെക്കുക. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം ആണെന്നാണ് ചോദ്യം. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക എന്നതാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലവർഷം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 2695 മീറ്റർ ആണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതെന്ന് ഓർത്തുവെക്കുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ ആനയാണ്. എന്നാൽ കടുവയും കൂടി ഉണ്ടെന്ന് ഓർത്തുവെക്കുക. ആനയും കടുവയുമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി. മെയ് 2021 കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൗട്ടെ ചുഴലിക്കാറ്റാണ്. ടൗട്ടെ ചുഴലിക്കാറ്റ്. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. ഈ ഓപ്ഷൻസിൽ വയനാട് ജില്ലയിൽ മാത്രമാണ് റെയിൽവേ ഇല്ലാത്തത്.
കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ് സ്ഥാപിക്കപ്പെട്ടത് കാർബൺ ന്യൂട്രൽ ഫാം. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത്. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്നതാണ്. പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്നതാണ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം മൂന്നാറാണ്. മൂന്നാറാണ് കേരളത്തിന്റെ കാശ്മീർ. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലാണ് അച്ചൻകോവിൽ ഉൾപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഇടനാടാണ്. ഇടനാടാണ് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെരിയാറിന് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഷോളയാർ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകമാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കേരളം ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിൽ ഏകദേശം 80ഓളം ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് വിലയേറിയതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കോമന്റ് ചെയ്യുക. ഇനി അടുത്ത അധ്യായത്തിൽ പുതിയൊരു വിഷയമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.